കാവ്യ മാധവൻ പണ്ട് തന്ന ഒരു സാരി ഉണ്ടായിരുന്നു. കാവ്യ മാധവൻ കൊടുത്ത സാരിയാണ് ഗൈസ് ഇത്. കാവ്യക്കേട്ട ഓർമ്മയാണോന്ന് അറിയില്ല. ഓർമ്മയാണ്, പക്ഷെ ഇത് കാണുമ്പോ ഓർത്തെടുക്കും. ഓ മൈ ഗോഡ്. സാരി കളക്ഷൻ ഇന്നും ഇന്നലെ ഒന്നും വാങ്ങിച്ചാലേ 8-10 വർഷമായതാ. ഇതൊക്കെയോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു സാരി ഏതാന്ന് ചോദിച്ചാൽ എല്ലാം പഴക്കമുള്ള നോക്കി സാരി. ഓ ഈശ്വരാ, അയ്യോ അയ്യോടാ, ചേച്ചി ശരിക്കും ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. അയ്യോ അയ്യോ, അതുകൊണ്ടല്ല. റെഡി ടു വെയർ സാരീസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്, കാരണം എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. ഞാൻ 2 മിനിറ്റ് ഏത് സാരി ഇട്ടാലും കൊടുത്തു തരാം. ഡിറ്റക്റ്റീവിന്റെ പൂജയ്ക്ക് പോയപ്പോ കുറെ പേര് മഞ്ഞക്കുളി ജ്വല്ലറി ഒരു ടെക്സ്റ്റൈൽസിൽ ഇനോഗ്രേഷന് പോകുമ്പോ പോവൂല. ഇനി ഇഷ്ടപ്പെട്ട സാരി ലൊക്കേഷനിൽ നിന്ന് എടുത്തോണ്ട് പോന്നിട്ടുണ്ടോ? ആ ബ്ലാക്ക് പിങ്ക് ഞാൻ വാങ്ങിച്ചതാ. അതൊരു 15-16 ഒക്കെ ആയിരിക്കും. എക്സാക്ട്ലി ഇതാണ് ലില്ലി കൊടുക്കുന്ന സാരി, ഇത് നമുക്ക് തരാൻ പോകുന്നത്. പിന്നെന്താ, നമുക്കിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ചേച്ചി കൊടുത്തിട്ടുണ്ടോ? പിന്നെ ചേച്ചി വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി ഏതായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അറിവിനെ ആയുധമാക്കി യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ബാറ്റിൽ ഓഫ് ബ്രെയിൻസ്, ഇത് അറിവിന്റെ മഹായുദ്ധം, നവംബർ 30 നമ്മുടെ കൊച്ചിയിൽ. പ്രായഭേദമന്യേ 2 പേരടങ്ങുന്ന ടീമുകൾക്ക് ഈ ഷോയിൽ പങ്കെടുക്കാം. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്യുക. ഹായ് ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ അതിലേറെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫേവറേറ്റ് സാരി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പാർവതി ചേച്ചി റെഡി അല്ലേ? എന്താ ഇങ്ങനെ പരിഞ്ഞിരിക്കുന്നേ? സർപ്രൈസ് ആയിപ്പോയോ? സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചിയുടെ സാരി കളക്ഷൻസിന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ മാത്രല്ല, ഈ കാണുന്ന എല്ലാവരും അതെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടിപ്പിടിച്ച് വന്നത് സാരി നോക്കാനായിട്ട്. സാരി നോക്കാനായിട്ട് ചേച്ചിയുടെ സാരി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. സാരി ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ ഉടുക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പോലെ അല്ല, ഞാൻ പ്രീ ഡിഗ്രി കാലം മുതൽ സാരി ഉടുക്കുന്നത്. എന്റെ കളക്ഷൻ മുഴുവൻ ഇവിടെ ഇല്ല. തിരുവനന്തപുരത്താണ് എന്റെ വീട്. അപ്പൊ അവിടെയാണ് പകുതി ഇരിക്കുന്നത്. കുറച്ച് സാരീസ് ഇവിടെ ഉള്ളൂ. അപ്പോ ഇവിടെ ഇത്ര സാരീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ അലമാരിയിലും കൂടെ കുറച്ച് ഇനിയുണ്ട് സാരീസ്. ഓ മൈ ഗോഡ്, സാരി കളക്ഷൻ ഇതാണ് സാരി കളക്ഷൻസ്. വളരെ കുറച്ചുള്ളൂ. ശരിക്കും എത്ര സാരീസ് ഉണ്ടാവും? ഒരു ഇത് മൊത്തത്തിലൊന്ന് നോക്കുവാണെങ്കിൽ ചേച്ചിക്ക് അറിയോ എത്ര സാരീസ് ഉണ്ടാവും? എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് ഒരു 100+ എന്തായാലും ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഇതിൽ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫേവറേറ്റ് സാരി സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യും? അയ്യോ, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സാരി ആണെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാ മതി. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ളൊരു, എനിക്ക് കാഞ്ചീപുരം സാരീസ് ഇഷ്ടമാണ്. കാഞ്ചീപുരം സാരീസ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല കളർ. ഇത് എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. നല്ല രസമുള്ള കളർ. ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു തമിഴ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആണോ? ഇത് ആ സിനിമ ഇറങ്ങിയില്ല. ഓക്കെ, ഇതാണോ ഫ്രണ്ട് വരുന്നേ? ഇത് ഇങ്ങനെ വരും. എങ്ങനെ? ഇങ്ങനെ വരും. ഓ ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് ഈ സാരി. ഞാൻ സിൽക്കി വേ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു കടയുണ്ട്, അവിടുന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് നേസിപ്പായ എന്നൊരു അതിഥി ശങ്കറൊക്കെ അഭിനയിക്കുന്ന ഒരു പടമുണ്ട്. അതിനകത്ത് അനുവർദ്ധനായിരുന്നു കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പൊ എന്റെ അടുത്ത് സാരി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ഈ സാരി ഫോട്ടോ അയച്ചപ്പോ അവര് കൊണ്ടുവരാൻ പറഞ്ഞല്ലേ? ഈ സാരി എനിക്ക് ഇഷ്ടമുള്ള. ഓ വെരി നൈസ് സാരി. സാരീസ് ഒക്കെ ചേച്ചി തന്നെയാണോ സെലക്ട് ചെയ്യാറ്? മിക്കവാറും വാങ്ങിക്കുന്നതൊക്കെ ചേച്ചി തന്നെയാണ്. ഞാൻ തന്നെയാണ്. നമുക്ക് സാരീസ് സെലക്ഷൻ ആണ്. കുറച്ച് എടുത്തെടുത്ത് പെട്ടെന്ന് പോയാല് സാരി പെട്ടെന്ന് വാങ്ങിക്കും ഞാൻ. അതേസമയം ചുരിദാറൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് സമയം എടുക്കും. ആണോ? സാരിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അറ്റയർ അല്ലേ? സാരി ഇഷ്ടം. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയിട്ടുള്ള സാരിയാണ്. എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ മിക്ക സാരീസും. ഇത് ഞാൻ കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം ഉടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ ഉടുത്തിട്ടില്ല. ബ്യൂട്ടിഫുൾ സാരി. നല്ല രസമുള്ള സാരി. ചേച്ചിക്ക് ഇപ്പോ ഒരു ഷോപ്പ് പറയാൻ, ഒരു പർട്ടിക്കുലർ ഷോപ്പ് പറയാൻ പറ്റും? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാരി കളക്ഷൻസ് കിട്ടുന്ന ഒരു ഷോപ്പ് പറയാൻ? ഒന്നല്ല, കുറെ എണ്ണം ഉണ്ട്. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരുവനന്തപുരത്താണ് കൂടുതൽ സാരി വാങ്ങിക്കുമായിരുന്നു. സിൽക്കി വേ എന്ന് പറഞ്ഞ സാരി, അവിടെ നിന്ന് ഒരുപാട് സാരി വാങ്ങിക്കും. സ്ക്വയർ വൺ എന്ന് സാരി വാങ്ങിക്കും.
ഇതെല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ, ഇനി ട്രിവാൻഡ്രം ഒക്കെ പോകുമ്പോ വാങ്ങിക്കാം. സ്ക്വയർ വണ്ണിന്ന് കുറെ സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സ്ക്വയർ വണ്ണിന്ന് വാങ്ങിച്ചു. ഇത് മിലന്ന് വാങ്ങിച്ച സാരിയാണ്. മിലന്ന് വാങ്ങിച്ചതാണോ? ഓക്കെ, ഇവിടത്തെ മിലന്ന്. നൈസ് സാരി. അല്ലല്ല, ഇത് മിലന്ന് വാങ്ങിച്ചല്ലേ. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാന്ന് അറിയാമോ? ഇത് അഷിമേന്ന് വാങ്ങിച്ച സാരിയാണ്. അഷിമേന്ന് വാങ്ങിച്ചാണ്. അഷിമേല് ഞാൻ സാരി വാങ്ങിക്കാറുണ്ട്, മിലന്ന് വാങ്ങിക്കാറുണ്ട്, സൃഷ്ടിന്ന് വാങ്ങിക്കാറുണ്ട്. സൃഷ്ടി എന്ന് പറഞ്ഞൊരു ഷോപ്പില്ലേ, ഒരു തൃപ്പൂണിത്തുറ. ഒരുപാട് ബ്ലൗസസ് ഒക്കെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസസ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് സൃഷ്ടി എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇത് കോട്ടൺ, അങ്ങനത്തെ കോട്ടൺ സാരിയാണ്. ഭയങ്കര നമ്മുടെ ഓഫീസ് വെയർ ഒക്കെ പോലത്തെ സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സൃഷ്ടി എന്നുള്ള ബ്ലൗസസ് ഉണ്ട്. ഇത് ഈ ബ്ലൗസിന്റെ സാരി സൃഷ്ടി, അത് ഇത് ഞാൻ റാൻഡം ആയിട്ട് വാങ്ങിച്ചിട്ട് പലതിന്റെയും കൂടെ ഇടും. ഓക്കെ ഓക്കെ. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് മൂഡാണ് ഇതൊക്കെ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ വൈബ് സാരീസ്. പക്ഷെ ഞാൻ ഇടാറില്ല. ബ്ലൗസ് അല്ലേ, സോറി, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ കൈൻഡ് ഓഫ് ഡിസൈൻ ഉള്ള സാരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് നല്ല നല്ല കളേഴ്സ് ആണ് ബ്ലൗസിന്. അപ്പൊ ഈ ബ്ലൗസിന്റെ സാരീസ് ഒക്കെ ചേച്ചി ഇങ്ങനെ മാച്ച് ചെയ്യാ? അത് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടല്ലേ? ഇത് ഈ ബ്ലൗസിൽ ഏതെങ്കിലും ഒരു സാരി ചേച്ചി ഇട്ടിട്ടുണ്ടോ ഇതില്? ഈ ബ്ലൗസിന്റെ കൂടെ ഞാനൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മുണ്ട് നേരത്തെ കൊടുത്തിട്ട് എന്റെ കൂട്ടത്തില്. ഇത് വേറെ, ഇത് ഒരു എപ്പോഴും നല്ല കളറാണ്. ഇത് ഞാൻ സ്ക്വയർ വണ്ണ് വാങ്ങിച്ച സാരി, തിരുവനന്തപുരത്ത് നിന്ന്. സ്ക്വയർ എക്സാക്ട് ഇതിന്റെ കളർ ഏതാ? ലഡു പീലോ കളർ എന്നൊക്കെ പറയില്ലേ? എനിക്കറിഞ്ഞൂടാ. ഇത് എനിക്കൊന്ന് 1-2 പൂജക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ ചേച്ചിക്ക്? അങ്ങനെയില്ല, സ്പെസിഫിക് ആയിട്ട് ഒരു കളർ എന്ന് പറയാൻ. എനിക്ക് തോന്നുന്നു ലൈറ്റ് ഷെയ്ഡ് കളേഴ്സ് ഉള്ള സാരീസ് ആണ്. ലിനൻ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉടുക്കുന്ന സാരീസ്. ലിനൻ സാരീസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇവിടെ വന്ന് നോക്കിയാ അയ്യോ ഇപ്പൊ പറഞ്ഞു. ബ്ലാക്ക് സാരി ഇഷ്ടമാണ്. സാരി ഇഷ്ടമാണ്. ഇതെടുത്തോ, ഇത് ലിനനാണ്. പിടിച്ചോ. ഇതൊന്ന് ഓക്കെ. അപ്പൊ എങ്ങനെ ഒക്കേഷണലി പോയാണോ ഷോപ്പിങ്ങിനൊക്കെ പോവാറ്? ഇത് നിങ്ങളുടെ മറ്റേ ഇത് ഏതോ ഒരു നീലക്കുയിലാണെന്ന് തോന്നുന്നു. ഇത് ഏതോ ഒരു പൂജയ്ക്ക് എടുത്തോണ്ട് പോയിട്ട് ഇത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാരി. അത് തന്നെ ഈ അടുത്ത് പോയപ്പോ യൂസ് ചെയ്ത സാരിയാണ്. എനിക്കൊന്ന് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പൂജയ്ക്ക് പോയപ്പോ കുറെ പേര് ഇങ്ങനെ മഞ്ഞക്കുളി എന്താ മഞ്ഞക്കിളിയുടെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതെ, മൂളിപ്പാട്ടുണ്ട്. പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ചമ്മലായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ ശരിക്കും ചമ്മലിങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചേച്ചി ദ വേ യു ടോക്ക്. അത് ഭയങ്കര രസം, ഭയങ്കര സ്ഫുടതയോടെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കളർ നല്ല രസമുണ്ട്. ഇതൊക്കെ കാഞ്ചീപുരം കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു നല്ല സാരിയാണ്, ഒരുപാട് പറയുന്നത് എനിക്ക്. ഓക്കെ, ഇതൊക്കെ കല്യാണങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ യൂസ് ചെയ്യുന്ന പോലത്തെ സാരിയാണ്. കുറച്ചൊരു ബ്രൊക്കേഡ് കൂടുതൽ. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ സാരീസ് ഒക്കെ? ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, പൊട്ടുകുത്തിയിട്ടുണ്ടായിരുന്നില്ല, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി പാർവതി ചേച്ചി നമ്മള് ശരിക്കും കാണുന്ന പോലെ തന്നെയാണ്. ആള് ഭയങ്കര കെയറിങ് ആണ്. വന്നപ്പോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞോളൂ, ഞാൻ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞോളൂ ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി ഒരു വലിയ പൗച്ച് എടുത്തോണ്ട് വന്നിട്ട് മോൾക്ക് എത്ര ലിപ്സ്റ്റിക് വേണം, ഏത് കളർ വേണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഇടാൻ തന്നത്. ആൻഡ് കാജലും ചേച്ചി തന്നത്. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുക്കി നടത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്ന ഒരു സാരിയാണിത്. ഗിഫ്റ്റ് ആയിട്ട് തന്നതാ? ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അത് ശ്രുതി തന്ന ഒരു സാരിയുണ്ട്. ശ്രുതി ജയൻ എന്ന് പറഞ്ഞ ആക്ടറില്ലേ? മനസ്സിലായി. ശ്രുതി ജയൻ തന്ന സാരിയാണ് ഇത്. ഞാൻ അങ്ങനത്തെ വളരെ സ്പെഷ്യൽ ആയിട്ട് മാറ്റി വെച്ചേക്കും. കോട്ടൺ സാരി അത് ഭയങ്കര ഇഷ്ടമാണോ? ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ? എക്സാക്ട്ലി, നല്ല രസമുണ്ട്. കാവ്യ മാധവൻ പണ്ട് തന്ന ഒരു സാരി ഉണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയോട്ടെ. അത് ആദ്യം കാണിക്കണം. എനിക്ക് കാവ്യ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. കാവ്യയുടെ ഒരുപാട് വർഷമായി കേട്ടോ ഞാൻ. പക്ഷെ ആ സാരി സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ യെല്ലോ സാരിയാണ്. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും അത് കാണും. നോക്കട്ടെ. ചേച്ചി ഇതുപോലെ ബ്ലൗസ് ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വേറെ സാരിയുടെ കൂടെ തന്നെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഇടാറൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയല്ലടാ, അത് ബ്ലൗസ് ഒക്കെ കുറെ കഴിയുമ്പോ ചീത്തയാവും. ഇതൊക്കെ പഴയ സാരീസ്. ഞാൻ സാരി ചീത്തയാക്കത്തില്ല, സൂക്ഷിച്ചു വെക്കും. ഓക്കെ. പണ്ട് എന്ന് വെച്ചാ
ആ 2000 കാവ്യ ചേച്ചി തന്ന സാരി. കാവ്യ തന്ന ഓക്കെ, സാരിയാണ് ഞാൻ സൂക്ഷിച്ച്. കാവ്യ മാധവൻ കൊടുത്ത സാരിയാണ് ഗൈസ് ഇത്. കാവ്യക്ക് എന്നെ ഓർമ്മയാണോന്ന് അറിയില്ല കേട്ടോ. ഓർമ്മ ഇത് കാണുമ്പോ ഓർത്തെടുക്കും. ഞാനിങ്ങനെ വളരെ വെരി നൈസ്. സൂക്ഷിച്ച് സോ ഇത് കാവ്യ ചേച്ചി തന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇത് ഓർമ്മയുണ്ട് ഏതൊരു ടൈമിലാണ് തന്നത്? ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണോ, അങ്ങനെയല്ല. നല്ല സെറ്റിൽ വെച്ചിട്ടാണോ? ഇല്ല, കാവ്യയുടെ ഒരു കാസറ്റ് റിലീസ് ഉണ്ടായിരുന്നു, ഒരു പാട്ടിന്റെ ഒക്കെ റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ കുറെ കാര്യങ്ങളായിട്ട് കാവ്യ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാവ്യയെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ, എന്തോ ഹെൽപ്പ് ഒന്നും അല്ല, കാവ്യ പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ വിളിച്ചെന്തെങ്കിലും ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നിറയെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പൊ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് കാവ്യ എനിക്ക് തന്നതാണ്. ഇപ്പോഴും നല്ല കൂട്ടാണ്. ഇപ്പൊ കാണാറില്ലടാ, ഇപ്പൊ കാണാറില്ല. ഈ റീൽസ് അല്ലെ, ഇത് ഈ ഇന്റർവ്യൂ കാണുമ്പോ ചേച്ചി വിളിക്കും. കാവ്യ ചെന്നൈയിൽ എന്തോ അല്ലേ, അപ്പം കാണാറില്ല ഇപ്പം. പിന്നെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ തന്നിരിക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ചേച്ചി ഇടുന്ന ടൈപ്പ് തന്നെ ഉള്ളത് അറിഞ്ഞു വാങ്ങിച്ചതാണ് എല്ലാം നമ്മൾ നോക്കി. എനിക്ക് ഞാൻ ഉടുക്കുന്ന തരമൊക്കെ തന്നെയാണ് മിക്കവരും. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരിയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മള് പൂച്ചയ്ക്കൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന രീതിയിലുള്ള എനിക്ക് എന്റെ ഏറ്റവും എന്തെന്ന് വെച്ചാൽ കംഫർട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫാൻസി സാരീസ് ഉടുക്കൂല. ഈ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോഴൊന്നും സാരി എടുക്കാറില്ല. സാരി എടുക്കുന്നത് ട്രാവൽ ചെയ്യുമ്പോഴും സാരി എടുക്കും, അങ്ങനെ കുഴപ്പമില്ല. അല്ലാതെ ഡ്രസ് ഇടും, പക്ഷെ സാരി കൊണ്ടുപോകും. എന്തെങ്കിലും അമ്പലത്തിൽ പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച എപ്പോഴും ഒരു സാരി കരുതും അല്ലേ? എവിടെയെങ്കിലും പോകുമ്പോ ഒരു സാരി ഇല്ലാതെ പോവില്ല. കാരണം ചിലപ്പോ ഒരു അമ്പലത്തിൽ പെട്ടെന്നായിരിക്കും പോകാൻ പറ്റുന്നത്. അപ്പൊ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് ഒരു മുണ്ട് നേരത്തോ സാരി എടുത്ത് വെക്കും. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട സാരീസ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു. ഇപ്പൊ വന്ന് കുറെ ഡാർക്ക് ഷെയ്ഡ്സ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചേച്ചിക്ക്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ സാരി, എനിക്ക് ബ്ലാക്ക് കുറേ ഉണ്ട്. ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ആണ്. ബ്ലാക്ക് നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതൊക്കെ പഴയ സാരീസ് ആണ്. പഴയ സാരീസ് ആണെങ്കിലും മിക്ക സാരീസും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഭംഗിയായിരിക്കും, ഒരു എലഗന്റ് ലുക്ക് ആയിരിക്കും. ഓക്കെ, ഇത് ഏത് ടൈപ്പ് സാരി? ടെസർ അല്ലേ? ഓക്കെ, ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാരി ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, ഉടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എടുക്കും അല്ലേ? റെഡി ടു വെയർ സാരീസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ, എനിക്ക് സാരി എടുക്കാൻ അറിയില്ല. ഞാൻ 2 മിനിറ്റ് ഏത് സാരി ഇട്ടാലും ഉടുത്തു തരാം. ആണല്ലേ? അപ്പൊ ചേച്ചി പ്രീ ഡിഗ്രി തൊട്ടിട്ടേ സാരി, എനിക്ക് തോന്നുന്നു ആ ടൈമിലൊക്കെ പിന്നെയും സാരീസ് ആൾക്കാർ പണ്ടോട്ടേ എടുത്ത് തുടങ്ങായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് സാരീസ് ഒക്കേഷണലി മാത്രം ആക്കിയത് അല്ലേ? അതെ, ഒക്കേഷണലി. ഞാനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര എപ്പോഴും സാരി ഉടുക്കും. ബ്രൈറ്റ് സാരീസ് ഉണ്ട്, ഇതൊക്കെ കുറെ പണ്ട് ഉടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് സാരീസ് ഞാൻ അങ്ങനെ ഉടുക്കാറില്ല. ഇതൊക്കെ വല്ലപ്പോഴും. ബ്രൈറ്റ് കളറാണ്. ഇല്ല, നമ്മള് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഉടുക്കൂല. ഇത് എടുക്കണോ? ഞാൻ നോക്കും, ഉടുത്താലോ ഭയങ്കര കളർ വേണ്ട, വേറെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചേച്ചി അങ്ങനെ ഉടുക്കാറില്ലാത്തോണ്ടായിരിക്കും. ഒരു തവണ എടുത്തു നോക്കിയാ ഇതുപോലെ മഞ്ഞക്കിളിയുടെ മുളി പട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് കോംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ ഓണം വൈബ് സാരീസ് ആണ് കേട്ടോ. അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ മുണ്ടുതേര് എടുത്തോണ്ട് നിൽക്കാം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഈ സെറ്റ് സാരീസ് ഒരുപാട് കളക്ഷൻ ഉണ്ടാവും വീട്ടില്. ആണല്ലേ? അപ്പൊ ഇത് നമ്മള് ഓണത്തിന് വേണ്ടി മാത്രല്ല, അല്ലാതെ ഇപ്പൊ ചുമ്മാ ഉള്ള സെറ്റ് സാരി, ഇതിൽ സെറ്റ് സാരിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാരി എടുക്കാൻ പറഞ്ഞ ഇതിനകത്ത് കാണൂലടാ. അത് കഴിഞ്ഞ ദിവസം ഞാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ എനിക്ക് എന്തോ ഗിഫ്റ്റ്, ഇതുപോലത്തെ ഇങ്ങനത്തെ പ്ലെയിൻ സാരീസ് ഇല്ലേ? ഓക്കെ, അത് മൊത്തം എങ്ങനത്തെ മുണ്ട് തരുന്നില്ലേ? മനസ്സിലായി. ഇങ്ങനത്തെ ഉടുക്കും, എന്നിട്ട് അങ്ങനത്തെ ബ്ലൗസ് ഇടും, മാച്ച് ചെയ്ത്. അങ്ങനത്തെ ബ്ലൗസ് ഇടും. നൈസ്. ഇങ്ങനത്തെ ഇത് സിമ്പിൾ, ഇങ്ങനത്തെ സിംഗിൾ സെറ്റ് കൊടുത്തിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും പ്രിന്റഡ് ബ്ലൗസ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാം സിമ്പിൾ ആണ്. എനിക്ക് സിമ്പിൾ ആണ്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കസവൊക്കെ ഉള്ള ഒരു സാരിയാണ്. അതൊക്കെ വാങ്ങിച്ചു വെക്കുമെന്നേ ഉള്ളൂ, ഉടുത്തിട്ടില്ല. ഇതൊന്നും ഉടുത്തിട്ടില്ല. ചമ്മലോ? അത് കുറച്ച് ഓവറല്ലേ എന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ഞാൻ ഇത് ചേച്ചി വാങ്ങിച്ചതാണോ? ഇത് എനിക്കൊരു ഗിഫ്റ്റ് ആണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതുവരെ ഉടുത്തിട്ടില്ല, ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ് ഞാൻ. ചേച്ചി ഇതുപോലെ ഈ സാരി അല്ലാതെ ഇതുപോലെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സാരി ഉണ്ടോ ഇവിടെ? ഇല്ല, ഞാൻ വാങ്ങിക്കുന്ന സാരി എല്ലാം ഞാൻ ഉടുത്തിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സാരി ഞാൻ വാങ്ങിക്കുള്ളൂ, വാങ്ങിച്ചാൽ ഞാൻ ഉടുത്തിരിക്കും.
ഇത് ഞാൻ ഉടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. മനസ്സിലായി. അമ്മയൊക്കെ വരയ്ക്കുന്നതിന് മുമ്പൊക്കെ കുറെ ഉടുക്കുമായിരുന്നു. ഇപ്പം ഓക്കെ, കുറച്ച് അമ്മയൊക്കെ അച്ഛനും ഒക്കെ മരിച്ചതിന് ശേഷം അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് അങ്ങനെ അതിലോട്ടൊന്നും ആയിട്ടില്ല. ആയിട്ടില്ല എന്ന് എനിക്കതൊന്നും ശരിയായിട്ടില്ല. മനസ്സിലായി. ഇപ്പൊ നമ്മളൊക്കെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരി വാങ്ങിക്കും, പക്ഷെ പിന്നെ അങ്ങനെ എനിക്കില്ല. ഇല്ലല്ലേ, അത് നല്ല സ്വഭാവം. അത് ഞാൻ അങ്ങനെയില്ല, ഞാൻ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുള്ളൂ. വാങ്ങിച്ചാൽ ഞാൻ ഉടുക്കും. ആ സാരി മൊഡാൾ സിൽക്ക് അല്ലേ? മൊഡാൾ സിൽക്ക് ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൃണാളിനി എന്ന് പറഞ്ഞ മൃണാലിനി, അവിടത്തെ കുറെ കളക്ഷൻസ് ഉണ്ടല്ലേ ഇതുപോലെ. ഏറ്റവും കൂടുതൽ സ്ക്വയർ വണ്ണാണ്. സ്ക്വയർ വണ്ണും ആണ് എന്റെ ഏറ്റവും കൂടുതൽ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാരിയാണിത്. അതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കി ഇങ്ങനെ ഒരുപാട് സാരി സ്ക്വയർ വണ്ണാണ് മോളെ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ കുറെ അവിടെ പോകുമ്പോ തന്നെ ചേച്ചി വരുമ്പോഴേ സ്ക്വയർ വണ്ണാണ്, ഇത് സ്ക്വയർ വണ്ണാണ്, ഇത് അങ്ങനെ ഒരുപാട് സാരി സ്ക്വയർ വണ്ണാണ്. ഓൾമോസ്റ്റ് മിക്ക സാരീസും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഒരുപാട് സാരി സ്ക്വയർ വണ്ണാണ്. ഇപ്പൊ എടുത്താല് ഇങ്ങനത്തെ ഞാൻ ഇങ്ങനെ വെളിയിലൊക്കെ പോകുമ്പോഴേ ഇപ്പൊ എടുക്കാൻ പഠിച്ചിട്ട് അതാ ഇത് കണ്ടോ, ഇതെല്ലാം ഇങ്ങനത്തെ കുറേ സാരി ഉണ്ട്. ഓക്കെ, ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഇങ്ങനത്തെ സാരീസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കൂടുതലും കാണാറ്. അപ്പൊ ഇങ്ങനത്തെ സാരീസ് എല്ലാം സ്ക്വയർ വൺ ആണ് ഞാൻ വാങ്ങിക്കുന്നത്. ടെസർ നല്ല ക്വാളിറ്റിയാണ്. ഒന്നാമത് ചീത്തയാവില്ല, ഒന്നാമത് ഇതൊന്നും ഇന്നും ഇന്നലെ ഒന്നും വാങ്ങിച്ചാലേ 8-10 വർഷമായതാ. ഇതൊക്കെയോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു സാരി ഏതാന്ന് ചോദിച്ചാൽ എല്ലാം പഴക്കമുള്ള ഒരുപാട് വർഷമായ സാരീസ് ഉണ്ട്. അപ്പൊ ചേച്ചി ഇതിങ്ങനെ എടുത്തു വെക്കും, അത്രേ ഉള്ളൂ. യൂസ് ചെയ്തില്ലെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കും. അമ്മയൊക്കെ അമ്മ പിന്നെ മെഡിസിൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള എന്റെ സാരി എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ കാണിക്കും. അത് ഞാൻ അങ്ങനെ ഒരുപാട് വർഷത്തെ സാരീസ് ഉണ്ട്. അതുപോലെ ഒരു സാരി എനിക്കിപ്പോ കാണിച്ചു തരുമോ? ഏറ്റവും നമുക്കൊരു മെമ്മറി ഉണ്ടാവല്ലോ ഒരു സാരിക്ക്. ഓൾമോസ്റ്റ് എല്ലാ സാരിക്കും ഉണ്ട്. അമ്മ തന്ന സാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാരി ഉണ്ട്. അമ്മ തന്ന സാരി ഉണ്ടോ ഇതില്? അമ്മ തന്ന ഒരു സാരി. ഓ, വെരി നൈസ്. ഇതൊക്കെ ഇപ്പൊ എത്ര കൊല്ലം മുമ്പ് ചേച്ചിയുടെ ഉണ്ടായിരുന്നതാ? ഇത് 1993 ആണെന്ന് തോന്നുന്നു. ഓ, അത്രയും കൊല്ലം, ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. അത്രയും വർഷത്തേക്ക് സാരീസ് ഉണ്ട്. ഇതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇങ്ങനെ അമ്മ തന്ന സാരി. അമ്മ തന്ന സാരി ഇതൊക്കെയെന്ന് വെച്ചാൽ അത്രയും കൊല്ലം സൂക്ഷിച്ചു വെക്കാൻ ഒരു കഴിവ് വേണം ആക്ച്വലി, അല്ലേ? സാരി സൂക്ഷിക്കും. ചേച്ചിയുടെ കല്യാണ സാരി ഉണ്ടോ ഇവിടെ? കല്യാണ സാരി വീട്ടിലാണ്. വീട്ടിൽ അവിടെയാണല്ലേ? അങ്ങനെ വലിയ കല്യാണ സാരി ഒന്നും ആയിരുന്നില്ല. ഞാൻ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്. ഓക്കെ, ഒരു കല്യാണത്തിനൊക്കെ ഒരു സാരി വാങ്ങിച്ചു. ആ സാരി ഇവിടെ ഇല്ല. അതിവിടെ ഇല്ല. ഇത് ഇങ്ങനത്തെ സാരി എല്ലാം അമ്മ വന്നിട്ടുള്ള സാരീസ് ആണ്. ഇങ്ങനത്തെ കാഞ്ചീപുരം എല്ലാം. ഓക്കെ, അമ്മ എന്ന് വെച്ചാൽ അങ്ങനെ ഈ ഓണം ഒക്കെ വരുമ്പോഴേ ഒന്നെങ്കിൽ ഒരു കാഞ്ചീപുരം സാരി. ഇതൊരു ബ്യൂട്ടിഫുൾ സാരി അല്ലേ? വെരി ഗുഡ് സാരി. നല്ല കളർ, നല്ല നമ്മൾ ചില സാരീസ് അല്ല, ചില ഡ്രസ് ഇട്ടാൽ അവർ അതിന്റെ കളറിലെ ഭയങ്കര ഒരു ഇതൊരു നല്ല കാഞ്ചീപുരമാണ്. നല്ല കാഞ്ചീപുരം, വെയിറ്റ് ഉള്ള കാഞ്ചീപുരം എന്ന് പറയത്തില്ലേ നമ്മള്. അതെ. ഇപ്പം ഇതില് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി ഏതായിരിക്കും? ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് സാരി. നമ്മൾ ആദ്യം എടുത്ത സാരിയാണോ? അല്ല, ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് സാരി. ഇതിന് എത്രയായി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇത് ഗിഫ്റ്റ് ആണ്. ഓ, ഗിഫ്റ്റ് ആണ്. ഓക്കെ, അമ്മ വന്ന സാരി. ഇത് കണ്ടോ, ഇത് ഫുൾ ജെറി ആണ്. ഇങ്ങനെ കണ്ടോ, ഇത് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ജെറി ആയിട്ട് വരും ഈ സാരി തുറന്നാലേ. ഓക്കെ, ചേച്ചി ഒന്ന് വെച്ചോ. അത് ഉടുക്കാൻ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരും. ഇത് ഫുൾ ജെറി. ഓക്കെ, അപ്പൊ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ വരും. ഇതൊന്നും എന്നെ ഉടുത്താലും കാണാൻ വഴിയില്ല. ഇല്ല, ഇതൊക്കെ അല്ലേ ഉടുക്കണ്ടേ? ഓ, നല്ല സാരി. ഇതിനിപ്പോ എത്രയായി എന്നുള്ളത് ചേച്ചിക്ക് അറിയോ? എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. അന്ന് വല്ല 22,000 23,000 25,000 അങ്ങനെ. ഓക്കെ, അത്രയായിരിക്കും. അല്ലാതെ ചേച്ചി വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി ഏതായിരിക്കും? അങ്ങനെയൊന്നുമില്ല. ബ്ലാക്ക് ആൻഡ് പിങ്ക് ഞാൻ വാങ്ങിച്ചതാ. അതൊരു 15-16 ഒക്കെ ആയിരിക്കും. ആദ്യം കാണിച്ച സാരി അല്ലേ? നമ്മൾ ആദ്യം കണ്ട സാരിയാണ് ചേച്ചി വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള. അങ്ങനെയൊന്നും നോക്കാറില്ല സാരി. മാക്സിമം പൈസ കുറച്ചേ വാങ്ങിക്കുള്ളൂ സാരി. ആണല്ലേ? സാരി മാത്രല്ല, എല്ലാ ഡ്രസ്സും അങ്ങനെ എക്സ്പെൻസീവ് ഒന്നും ഞാൻ ഇപ്പൊ വാങ്ങിക്കാറില്ല. ഒരു കാലം ഉണ്ടായിരുന്നു, സാരിയൊക്കെ ഒരുപാട് വാങ്ങിക്കുമായിരുന്നു. ആ കാലം ഒരുമിച്ച് മടക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോയി. ഇത് മടക്കി വെക്കുന്നതിന് മുമ്പ് ഇതിൽ തന്നെ ഉണ്ടാവും മെയിൻ സാരീസ്. ഞാൻ ഒരു ചെറിയ സെഗ്മെന്റ്, ആ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മൈ ചോയ്സ് എന്നാണ് ആ സെഗ്മെന്റിന്റെ പേര്. അപ്പം ഒരു മിനിറ്റ്. ആ സെഗ്മെന്റില് ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഒരു സാരി സെലക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരണം, ഇതാണ് ആ സാരി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ സെഗ്മെന്റിന്റെ പേര് മൈ ചോയ്സ് എന്നാണ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിലേതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യണം. ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്, സിനിമാ ഫീൽഡിലെ ഫ്രണ്ടിന്റെ കല്യാണം.
ചേച്ചിയുടെ ഒരു അടുത്ത സുഹൃത്താവാം, ഫിലിം ഫീൽഡിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഉടുത്ത സാരി. ഉടുത്ത സാരി ഇതൊരു സാരി ഉടുത്തതാണ്. ആരുടെ കല്യാണത്തിനായിരുന്നു? ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയൊക്കെ കല്യാണത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്, കൊറേ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പഴയ സാരിയാണോ അതോ? ഞാൻ ഒരു സാരി അപർണ ബാലമുരളിയുടെ കല്യാണത്തിന് കൊടുത്ത സാരി. അപർണ സോറി, അപർണ ബാലമുരളി അല്ല, അപർണദാസിന്റെ കല്യാണത്തിന്. ഓ, അപർണദാസിന്റെ കല്യാണം. ഓക്കെ, അങ്ങനെ ഭയങ്കര കൂടിയ സാരി നിർത്തി അവിടുന്ന് പോകാറില്ല. ഇത് ആണ് അപർണദാസിന്റെ കല്യാണത്തിന് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആണ്. അപർണയുടെ കല്യാണം. അതെ, അപർണ ദീപകിന്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ് ഇത്. ഉടുത്ത സാരി, സോറി, ഉടുത്ത സാരിയാണ്. ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ, ഒരു പ്രൊഫഷണൽ സിനിമ ഡിസ്കഷന് പോകുമ്പോൾ ഉടുക്കുന്ന സാരി. ഏതെങ്കിലും ഒരു സാരി, ലൈക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വായിക്കാനോ അല്ലെങ്കിൽ ഡയറക്ടറിനെ കാണാനൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ഒരു സിമ്പിൾ സാരി ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സാരി ആയിരിക്കും കൊടുക്കുക. ഇത് ഉടുത്തിട്ടുണ്ടോ? ഉടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മീറ്റിംഗിനൊക്കെ പോകുമ്പോൾ ഉടുക്കുന്ന സാരിയാണല്ലേ? പച്ച ബോർഡർ ആയിട്ട് വരും. ഇത് ഒരു ഗോൾഡൻ ഇതാണ് മെയിൻ സൈഡ്. ഇതാണ് ഇങ്ങനെ വരും. ഓക്കെ, ഗോൾഡ് ആണ്, ഗ്രീൻ ആണ്. രണ്ട് കളർ മീറ്റിംഗിനൊക്കെ പോകുമ്പോ എങ്ങനെ ആയിരിക്കും? ഭയങ്കര സിമ്പിൾ ആൻഡ് എലിഗന്റ് സാരി. അങ്ങനത്തെ ഒരു സാരി ആയിരിക്കും കൊടുക്കുക. ഓക്കെ, നൈസ്. ഇനി സ്വന്തം ജന്മനാട്ടിലെ ഫംഗ്ഷന് പോകുമ്പോൾ എടുക്കുന്ന സാരി. സ്വന്തം തിരുവനന്തപുരം ഇവിടെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ ഏതെങ്കിലും ഒരു കാഞ്ചീപുരം സാരി ഉടുക്കും. അങ്ങനെ ഇന്നതെന്നല്ല, ഏതെങ്കിലും ഉടുത്തിട്ടുള്ള ഒരു സാരി. റിപ്പീറ്റ് ചെയ്യും സാരീസ്. ഇന്ദ്രചേട്ടൻ എങ്ങാണ്ട് കല്യാണത്തിന് പോയപ്പോഴത്തേക്ക് മഞ്ജു പിള്ള പറയായിരുന്നു, ചേച്ചി ഏത് സാരിയാ കൊടുക്കുന്നത് ഞങ്ങൾ ഗസ് ചെയ്യുക, പച്ച സാരിയാണോ ചുവപ്പ് സാരിയാണോ, ഏതോ ഒന്നാണ്. ആണോ? റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന അത് നല്ല കാര്യമാണ്. അതെ, അതത്രേ ഉള്ളൂ. നമ്മള് വാങ്ങിക്കുന്നത് ഉടുക്കാൻ വേണ്ടിട്ടാണല്ലോ, അപ്പൊ പിന്നെ ഉടുക്കുന്നോണ്ട് കുഴപ്പമില്ല. അപ്പൊ ബ്ലൗസ് വർക്കിംഗ് ആണോ എന്നുള്ളതാണ്. ബ്ലൗസ് വർക്കിംഗ് ആണെങ്കിൽ അത് എടുത്തോണ്ട് പോകാൻ, അല്ലെങ്കിൽ ബ്ലൗസ് വേറെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം. ഇങ്ങനെ സാരി വലിച്ചു വരിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി പാനിക് അറ്റാക്ക് വരും. അതുകൊണ്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മടക്കാം. ഓ, ആണല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് മടക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ്, ചാനൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ. ചാനൽ ഇന്റർവ്യൂവിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അത് വിശേഷത്തിന്റെ പ്രൊമോഷൻ, ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളർ ഷെയ്ഡ്. ഓക്കെ ഓക്കെ, നല്ല സാരിയാണ്. ഇങ്ങനെ ഇത് അഷ്മേന്ന് വാങ്ങിച്ച സാരിയാണ്. ഓക്കെ, ഇത് കോട്ടൺ അല്ലേ? ഓക്കെ ഓക്കെ, ഇത് കംഫർട്ട് സാരിയാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. ജ്വല്ലറി ഒരു ടെക്സ്റ്റൈൽസിൽ ഇനോഗ്രേഷന് പോകുമ്പോൾ. ഞാൻ പോവൂല. അതെന്താ? ഇപ്പൊ ഇൻ കേസ് പോവാണെങ്കിൽ ഉടുക്കും. അത് കറക്റ്റ് സാരി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാ, ബ്രൈറ്റ് കളർ സാരി. ഇനി ഇനോഗ്രേഷൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇതിട്ടിട്ട് പോകണം, അപ്പൊ എന്നെ ഓർക്കണം. ഓക്കെ ഓക്കെ. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ ഉടുക്കുന്ന സാരി. ബോൾഡ് ആൻഡ് എനിക്ക് തോന്നുന്നു മിക്കതും അങ്ങനത്തെ ഒരു മോഡൽ കൈൻഡ് ഓഫ് ഒരു സാരിയാണ്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ടിന് ഞാൻ പോയിട്ടില്ല. ഇനി പോകുമ്പോ കൊടുക്കാലോ. കാഞ്ചീപുരം മതിയാവോ? കാഞ്ചീപുരം ഓക്കെ ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ കാണിച്ച പോലത്തെ ഒരു ബ്ലാക്ക് കളർ മൊഡാൽ സിൽക്ക്, ഇതൊക്കെ കുറച്ചുകൂടി കല്യാണത്തിന് പോയപ്പോ കൊടുത്തതാ. ആണോ? ഓക്കെ, നൈസ്. എനിക്ക് ഈ സാരി, ഓ ഓക്കെ ഓക്കെ, ഈ സാരി എനിക്ക് തോന്നുന്നത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അതുപോലത്തെ ഒരു. ഇനി ആരെങ്കിലും ഫോട്ടോഷൂട്ട് ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടി കാണാം. മൊഡാൽ സിൽക്കിന്റെ ഒരു റെഡ് എവിടെയോ ഉണ്ടായിരിക്കും, ഒരു റെഡ് നോക്കട്ടെ. മൊഡാൽ സിൽക്ക് റെഡ്. ഇത് ആക്ച്വലി ഞാൻ ഉടുത്തിട്ടില്ല ഈ സാരി. റെഡ് ഇത് ഉടുത്തിട്ടില്ലേ? ഞാൻ ഉടുത്തിട്ടില്ല, അതിനൊരു ഫംഗ്ഷൻ വന്നില്ല, അത് കുറച്ച് കൂടിപ്പോയി. ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് കുറച്ച് ഈ കടുപ്പ് പോയി. ഇല്ല, ഇതൊക്കെ നൈസ് ആയിരിക്കും. ഒരു റിസപ്ഷൻ, ഒരു ഇനിയും കുറെ സിനിമ ഫീൽഡിലുള്ളവരുടെ കല്യാണം വരുന്നുണ്ട്, അതിലേതെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, നൈസ്. ഇനി എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ഇതായിരിക്കും. ഇങ്ങനെ ഒരു യെല്ലോ ആയിരിക്കും ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുക. എല്ലാ ചേച്ചിക്കും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കുറച്ച് ഷെയ്ഡ്സ് നമ്മൾ കണ്ടു. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ സാരി കൊടുക്കാനായിരിക്കും. ഇത് എങ്ങനെ ഒരു റിസപ്ഷൻ വൈബ് അങ്ങനെ പോകുമ്പോ എടുക്കാൻ ഇഷ്ടമുള്ള സാരിയാണോ? അത് നമ്മളൊരു സിനിമയുടെ പൂജയ്ക്ക് പോവാണ്, രാവിലെ ഷൂട്ടിംഗ് ഉണ്ട്, ഇത് കഴിഞ്ഞ് പോകണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും കൊടുക്കുന്നത്. പെട്ടെന്ന് കണ്ട ഒരു ഫേവറേറ്റ്, ഒരു ഇഷ്ടം തോന്നി എടുക്കുന്ന സാരി അല്ലേ? അമ്പലത്തിലൊരു പൂജ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേണമെങ്കിൽ ഇത് എടുത്തോണ്ട് പോകാൻ നല്ല കളറുള്ള സാരിയാണ് ഇത്. ഏതാ ലോക്കർ എന്ന് പറയുന്ന ഷെയ്ഡ്. ഓക്കെ,
നല്ല ഷെയ്ഡല്ലേ? നല്ല ഷെയ്ഡാണ്, നല്ല ഷെയ്ഡ്. ടെസറാണ്. ഈ ഒരു കളർ യെല്ലോയും അല്ല അല്ലേ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളർ. നൈസ്. ഇനി ഇനി ഒരു 2 കൂടെ ഉള്ളൂ. ചാനൽ റിയാലിറ്റി ഷോയുടെ ജഡ്ജ് ആയി പോകുമ്പോ ഉടുക്കുന്ന സാരി. ചാനൽ റിയാലിറ്റി ഷോയുടെ ജഡ്ജായിട്ട് നമുക്കൊരു ബ്ലാക്ക് സാരി കൊടുക്കാം. ബ്ലാക്ക് സാരി ഇതിലേതെങ്കിലും ഉടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഒക്കെ വരുന്ന സാരി, ജഡ്ജ് ഒക്കെ ആയിട്ട്. ഇത് ആക്ച്വലി ബ്ലാക്ക് മാത്രല്ല, ഇത് കമ്പൈൻഡ് കളർ ആണല്ലേ, 2 കളറുണ്ട്, ഡബിൾ ഷെയ്ഡ് പോലത്തെ കളറാണ്. ഓക്കെ, അടിപൊളി, നൈസ് സാരി. അപ്പൊ ഇതാണ് നമ്മൾ ജഡ്ജ് ആയിട്ട് പോവാ എടുക്കുന്നത്. സ്പെഷ്യൽ സാരിയാണ് ഇത്. കൂടയില് ലില്ലി ഉടുത്ത സാരിയാണ്. കൂടയില് ലില്ലി ഉടുത്ത സാരി. ഇനി ഇതൊക്കെ പ്രേക്ഷകർ കാണുമ്പോ ഫിലിമൊക്കെ ഒന്നുകൂടി നോക്കും, ഈ സാരി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ലില്ലിയുടെ സാരി എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. ലില്ലിയുടെ സാരി ഇത് കൊടുത്തിട്ടുണ്ടോ? ഇത് ആക്ച്വലി ഞാൻ വെറുതെ സെറ്റിൽ എടുത്തോണ്ട് പോയതാ. അപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സീനിന് വേണ്ടി പമ്പയാണ് കോസ്റ്റ്യൂമർ. അപ്പൊ പമ്പ പറഞ്ഞു എക്സാക്ട്ലി ഇതാണ് ലില്ലി ഉടുക്കുന്ന സാരി, ഇത് നമുക്ക് തരാമോ? പിന്നെന്താ, നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് ചേച്ചി കൊടുത്തിട്ടുണ്ടോ? പിന്നെ കൊറേ തവണ എടുത്തിട്ടുണ്ടാവും അല്ലേ? അന്ന് എടുക്കാതെ അല്ലാതെ വല്ല ഫംഗ്ഷന് പോയപ്പോ, അന്ന് സെറ്റിൽ പോയപ്പോ അല്ലാതെ? അല്ല, ഞാൻ അധികം ഉടുക്കാറില്ല. ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കും. അയ്യോടാ, ലില്ലി സാരിയാണ്. ലില്ലി സാരി. അപ്പൊ ആരെങ്കിലും വരുമ്പോ ലില്ലി സാരി പോലെ കാണിച്ചു കൊടുക്കാം. അങ്ങനത്തെ സ്പെഷ്യൽ സാരീസ് ഒക്കെ ഉള്ളതല്ല ഇങ്ങനെ വരുമ്പോ കാണിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ഞാനാണ് കാണുന്നത് ഇങ്ങനെ. ഓക്കെ, പക്ഷെ ഇത് നല്ലതല്ലേ. ഇനി ലാസ്റ്റ് വൺ ആണ്. ഉള്ളിൽ നിന്ന് അല്ല, ലാസ്റ്റ് വൺ അല്ല, ഇത് സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ്. ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. ഇത്രയും സാരികളുണ്ട്, ഇതിൽ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിലേത് സാരി ആയിരിക്കും ചേച്ചി കൊടുക്കുക? ഗിഫ്റ്റ് കൊടുക്കുന്നതാണേ. ഈശ്വരാ, അയ്യോ അയ്യോ, എനിക്ക് ചേരില്ലേ? അയ്യോ ശരിക്കും, ഈശ്വരാ. ഈ ചോദ്യം ഞാൻ ചോദിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കായിരുന്നു. അയ്യോടാ, ചേച്ചി ശരിക്കും ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ. എനിക്ക് അയ്യോ അയ്യോ, അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാരി. നേരത്തെ പറഞ്ഞല്ലോ പിങ്ക് ഇഷ്ടമാണെന്ന്. താങ്ക് യു സോ മച്ച്. അയ്യോടാ, ഈ സാരി ഞാൻ ഉടനെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി കൊടുക്കും. അപ്പൊ ഞാൻ ചേച്ചിനെ മെൻഷൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് സാരി ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. ആദ്യമായിട്ട് ചേച്ചിയാണ് എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സാരി കിടക്കുന്ന ഇല്ല, നമുക്കത് ഇപ്പൊ തന്നെ തീരും. ഇനി ഇഷ്ടപ്പെട്ട സാരി ലൊക്കേഷനിൽ നിന്ന് എടുത്തോണ്ട് പോന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ലൊക്കേഷൻ ഉണ്ടോ? ലൊക്കേഷനിൽ നമ്മൾ ഒരു സാരി ഇട്ടിട്ട് അത് ഇഷ്ടപ്പെട്ടു? ഞാൻ എടുത്തോണ്ട് വരാം ആ സാരി. ഓക്കെ, ഇത് ഗെയിം ഓവർ എന്ന് പറഞ്ഞ സിനിമയില് ഇതെങ്ങനെ നമ്മുടെ അവിടുത്തെ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അവരെനിക്ക് ആ കോസ്റ്റ്യൂം കൊണ്ട് തന്നതാ. ഇതിപ്പോ എന്റെ സാരി സാരിയാണ്. ആ സാരി ഇഷ്ടപ്പെട്ടു. പോവാൻ നേരത്തെ അവര് പറഞ്ഞു, പോവാൻ നേരത്തെ അവരെല്ലാം കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അവരെല്ലാരും കൂടെ കൊണ്ടുവന്നിട്ട് ഈ സാരി എനിക്ക് തന്നിട്ട് പറഞ്ഞു യു ടേക്ക് ഇറ്റ്. അയ്യോടാ, അപ്പൊ ഭയങ്കര സന്തോഷമായോ? ഇത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതൊരു ഒരു നല്ല കാര്യല്ലേ, അവരത് മനസ്സിലാക്കി. ഇമ്പോർട്ടന്റ് സിനിമയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാല പാർവതിയുടെ സാരി കളക്ഷൻസ്. എത്രയോ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമുക്ക് സാരീസ് ഒക്കെ എടുത്ത് കാണിച്ചു തന്നത്. വളരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് തന്നത്. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ സാരി ഗിഫ്റ്റായിട്ട് തന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാരി. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ നിന്നതിനും ഈ സാരീസൊക്കെ ഇത്രയും കാണിച്ചു തന്ന് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിലും താങ്ക് യു സോ മച്ച്. ചേച്ചി ഹാപ്പി അല്ലേ? ചമ്മൽ എന്തിനാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു.